അടയാളം പോലുമില്ലാതെ പ്രകൃതിക്ഷോഭത്താൽ തുടച്ചു നീക്കപ്പെട്ട ഒരു നാട്. ആ നാട്ടിൽ ഇനി അവശേഷിക്കുന്നത് കൂനുകൾ മാത്രം. ഇനി അതിജീവനത്തിൻ്റെ കഥയാകും ഒരുപക്ഷെ വയനാടിന് പങ്കുവയ്ക്കാനുണ്ടാവുക. ക്യാമ്പുകളിൽ കഴിയുന്ന നിസ്സഹായരായ മനുഷ്യർ, അവരുടെ വാക്കുകൾ, അവരുടെ കൈപിടിച്ച് കൂടെ നിന്ന് അതിജീവന പാത ഒരുക്കേണ്ടത് ഭരണകൂടത്തിൻ്റെയും ഓരോ മനുഷ്യരുടെയും ഉത്തരവാദിത്വം കൂടി ആകുന്ന ഒരു സാഹചര്യം. മിഥുൻ മുരളി ചേരുകയാണ്. കളക്ടറേറ്റിന് മുമ്പിലാണ് മിഥുൻ ഉള്ളത് എന്ന് മനസ്സിലാക്കുന്നു. മിഥുൻ, ഈ ഇന്നത്തെ തിരച്ചിൽ അവിടെ ഇപ്പോഴും പുരോഗമിക്കുകയാണ്. അത് ഇനി എത്ര ദിവസം ഉണ്ടാകുമെന്ന സ്ഥിരീകരണം വല്ലതും ലഭിച്ചിട്ടുണ്ടോ? തിരച്ചിൽ സംബന്ധിച്ചിട്ടുള്ള ഔദ്യോഗിക സ്ഥിരീകരണം നടത്തേണ്ടത് സംസ്ഥാന സർക്കാരാണ്. സാധാരണഗതിയിൽ ഇതുപോലുള്ള ദുരന്ത പശ്ചാത്തലങ്ങളിൽ തിരച്ചിൽ അവസാനിപ്പിക്കുന്നത് മുന്നോടിയായി കാണാതായവരുടെ പട്ടിക തയ്യാറാക്കി ഇവരുടെ എഫ്ഐആർ കാണാതായി എന്നുള്ള എഫ്ഐആർ രേഖപ്പെടുത്തി അതിനുശേഷം മരണപ്പെട്ടവരുടെ പട്ടികയിലേക്ക് ഉൾപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. അത് ഏത് സമയത്തായിരിക്കും, ഏത് ദിവസം വരെയാണ് രക്ഷാദൗത്യം നീളുക എന്നുള്ള കാര്യത്തിൽ ഔദ്യോഗിക തീരുമാനമെടുക്കേണ്ടത് സംസ്ഥാന സർക്കാരാണ്. ഇന്നലെ തന്നെ മുഖ്യമന്ത്രി പറഞ്ഞിരുന്നു രക്ഷാദൗത്യം അവസാന ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ് എന്നുള്ള കാര്യം. ആ കാര്യത്തിൽ അന്തിമമായുള്ള ഒരു തീരുമാനമെടുത്ത് അവസാനിപ്പിച്ചു എന്നുള്ള ഒരു ഔദ്യോഗിക സ്ഥിരീകരണം മുഖ്യമന്ത്രിയും സംസ്ഥാന സർക്കാരുമാണ് എടുക്കേണ്ടത്. എന്തായാലും രക്ഷാദൗത്യം ഇപ്പോഴും പുരോഗമിക്കുകയാണ്. വിവിധ ഭാഗങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള വളരെ വിപുലമായ രക്ഷാദൗത്യമാണ് ഈ ദിവസങ്ങളിൽ കഴിഞ്ഞ ദിവസം മുതൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ബെയ്ലി പാലത്തിന്റെ നിർമ്മാണം പൂർത്തിയായതിനു ശേഷം വിവിധ മേഖലകൾ മുണ്ടക്കയും ഉരുൾപൊട്ടലിന്റെ പ്രസവ കേന്ദ്രമായ പുഞ്ചിരിവട്ടവും എല്ലാം കേന്ദ്രീകരിച്ചുകൊണ്ട് ശക്തമായ തിരച്ചിലുകൾ, പരമാവധി യന്ത്രസാമഗ്രികളും അത്യാധുനിക സൗകര്യങ്ങളും എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള തിരച്ചിലാണ് ഈ മേഖലകളിലെല്ലാം ഉള്ളത്. ഇന്നും സമാനമായ രീതിയിൽ വ്യാപകമായ തിരച്ചിൽ നടത്തി മൃതദേഹങ്ങൾ കണ്ടെത്തുന്നുണ്ട്. മുണ്ടക്കൈ, പുഞ്ചിരിവട്ടം മേഖലകളിൽ ധാരാളം മൃതദേഹങ്ങൾ മണ്ണിനടിയിൽ, മൺകൂനുകൾക്കടിയിൽ, കോൺക്രീറ്റ് കെട്ടിടങ്ങൾക്കടിയിൽ മണ്ണ് ഒലിച്ചിറങ്ങിയെത്തി അതിനുമടിയിൽ മൃതദേഹങ്ങൾ കിടപ്പുണ്ട് എന്നുള്ള ഒരു വിലയിരുത്തൽ സൈന്യത്തിന്റെ ഭാഗത്തു നിന്ന് കഴിഞ്ഞ ദിവസം തന്നെ ഉണ്ടായതാണ്. അതുകൊണ്ട് തന്നെയാണ് 2 ദിവസമായി ഈ മേഖലകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് വ്യാപകമായ തിരച്ചിൽ, അത്യാധുനിക സൗകര്യങ്ങളും JCBയും ഹിറ്റാച്ചിയും അടക്കമുള്ള യന്ത്രങ്ങളും ഒക്കെ ഉപയോഗിച്ചുകൊണ്ടുള്ള തിരച്ചിൽ നടക്കുന്നത്. ചൂരൽ മേഖലയിലും വ്യാപകമായ തിരച്ചിൽ ഇന്നും നടക്കുന്നുണ്ട്. അത്യാധുനിക റഡാർ സംവിധാനങ്ങളും ഒക്കെ ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു തിരച്ചിലാണ് ഈ ഭാഗങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഒപ്പം ചാലിയാർ പുഴയുടെ വിവിധ തീരങ്ങൾ, ചാലിയാർ പുഴയുടെ കൈവഴികൾ, ചാലിയാർ പുഴ അവസാനിക്കുന്ന മലപ്പുറം ജില്ലയോട് ചേർന്ന വനമേഖലകളുമെല്ലാം കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള തിരച്ചിൽ ഇന്നും നടക്കുന്നുണ്ട്. ചാലിയാർ പുഴയുടെ ഇരുഭാഗങ്ങളിലും വടങ്ങൾ കെട്ടിക്കൊണ്ട് രക്ഷാദൗത്യ ഉദ്യോഗസ്ഥർ അതിലേക്ക് ഇറങ്ങി രക്ഷാപ്രവർത്തകർ തിരച്ചിൽ നടത്തുന്ന അതിഭീകരമായ, അല്ലെങ്കിൽ കണ്ടു നിൽക്കാൻ പോലും പേടിപ്പെടുത്തുന്ന രീതിയിലുള്ള, പ്രകൃതിയെ പോലും വെല്ലുവിളിച്ചുകൊണ്ടുള്ള രക്ഷാദൗത്യമാണ് ഈ ഭാഗങ്ങളിൽ ചാലിയാർ പുഴയിലുമൊക്കെ നടക്കുന്നത്. ഇന്ന് ചാലിയാർ പുഴയിൽ നടത്തിയ പരിശോധനയിൽ രക്ഷാപ്രവർത്തകർ സഞ്ചരിച്ചിരുന്ന ഒരു ചെങ്ങാടം അപകടത്തിൽപ്പെടുകയുണ്ടായി. തുടർന്ന് സമീപത്തുണ്ടായിരുന്ന ആളുകളെല്ലാം കൂടി ഈ രക്ഷാപ്രവർത്തകരെ രക്ഷിച്ചെടുത്തു. ഭാഗ്യത്തിന് ആർക്കും ഒന്നും സംഭവിച്ചില്ല എന്നുള്ള റിപ്പോർട്ടുമുണ്ട്. പല ഭാഗങ്ങളിലും ശരീരഭാഗങ്ങൾ ഭിന്ന ഭിന്നമായ അവസ്ഥയിലാണ് ചാലിയാർ പുഴയിൽ കൂടി ഒഴുകിയെത്തുന്നതും കണ്ടുകിട്ടുന്നതും. പല മൃതശരീര ഭാഗങ്ങളുമാണ് ഇന്ന് മുണ്ടക്കിൽ നിന്നും ഒപ്പം ചൂരൽ മേഖലകളിൽ നിന്നുമൊക്കെ കണ്ടെടുത്തത്. ഇതെല്ലാം ആരുടേതാണ്, ഏത് മനുഷ്യരുടേതാണെന്ന് തിരിച്ചറിയുന്നതിന് വേണ്ടി DNA പരിശോധനകളും എല്ലാം പുരോഗമിക്കുന്നുണ്ട്. ബന്ധുക്കളുടെ, വിവിധ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്ന ആളുകളുടെ ബന്ധുക്കളുടെ DNA സാമ്പിളുകൾ ശേഖരിച്ച്, രക്തസാമ്പിളുകൾ ശേഖരിച്ച്, മൃതദേഹ ഭാഗങ്ങളിൽ നിന്ന് ശേഖരിച്ചിരിക്കുന്ന DNA പരിശോധനയ്ക്കായി ശേഖരിച്ചിരിക്കുന്ന സാമ്പിളുകളുമായി ഒത്തുനോക്കിയാണ് ഇത് ആരുടേതൊക്കെയാണ് എന്നുള്ള വിവരങ്ങൾ കണ്ടെത്തുന്നത്. ഇതിനുവേണ്ടിയുള്ള എല്ലാ ക്രമീകരണങ്ങളും പുരോഗമിക്കുന്നുണ്ട്. DNA സാമ്പിളുകൾ ശേഖരിക്കുന്നതിന് വേണ്ടി ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്ന ആളുകളുടെ രക്തസാമ്പിൾ എടുക്കുന്നതിന് മുമ്പായി ഇവർക്ക് കൃത്യമായ മാനസിക കൗൺസിലിംഗുകളൊക്കെ നൽകി അതിന് പാകപ്പെടുത്തിയതിനു ശേഷമാണ് ഈ സാമ്പിളുകൾ ശേഖരിച്ച് ഇതിനുള്ള നടപടികളുമായി മുന്നോട്ട് പോകുന്നത്. ഇനി ലഭിക്കുന്ന മൃതദേഹങ്ങളെല്ലാം തന്നെ ഇത്തരത്തിൽ തന്നെയുള്ളതായിരിക്കും, ജീർണാവസ്ഥയിലുള്ളതായിരിക്കും, ശരീരഭാഗങ്ങൾ അറ്റുപോയ നിലയിലുള്ളവയായിരിക്കും. അപ്പോൾ ആരൊക്കെയാണ് ഇതെന്ന് കണ്ടെത്തുന്നതിന് കൃത്യമായി ഇത്തരത്തിലുള്ള നടപടികൾ വേണ്ടിവരും. എന്തായാലും തിരച്ചിൽ വ്യാപകമായി തന്നെ പുരോഗമിക്കുന്നു. പല മേഖലകൾ കേന്ദ്രീകരിച്ച്, പല സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള അത്യാധുനിക സൗകര്യങ്ങൾ, റഡാർ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള തിരച്ചിലാണ് ഈ ഭാഗങ്ങളിലെല്ലാം നടക്കുന്നത്. റഡാർ ഉപയോഗിച്ചുകൊണ്ട് ഏതെങ്കിലും മനുഷ്യന്റെ ശരീരത്തിന്റെ ശേഷിപ്പുകൾ, ജീവന്റെ ശേഷിപ്പുകൾ ഏതെങ്കിലും ഭാഗങ്ങളിൽ ഉണ്ടോ എന്നറിയുന്നതിനുള്ള അവസാന ശ്രമവും എന്തായാലും നടത്തുന്നുണ്ട്. ഏതെങ്കിലും ഭാഗത്ത് അത്തരത്തിലുള്ള മനുഷ്യ ജീവനുകൾ അവശേഷിക്കുന്നുണ്ടെങ്കിൽ കണ്ടെത്തുക എന്നുള്ള ഒരു ഉദ്ദേശവും ഈ ദിവസങ്ങളിലെ തിരച്ചിലുണ്ട്. ഈ ചൂരൽമല മേഖലകളിലെല്ലാം വ്യാപകമായി നേരത്തെ ഷിരൂരിൽ നടന്ന അപകടത്തിൽ ജീവന്റെ തുടിപ്പ് കണ്ടെത്തുന്നതിന് വേണ്ടി ഈ രക്ഷാദൗത്യത്തിന് റഡാർ ഉപയോഗിച്ചുള്ള രക്ഷാദൗത്യത്തിന് നേതൃത്വം നൽകിയ മേജർ ജനറൽ ഇന്ദ്രപാലിന്റെ നേതൃത്വത്തിലായിരുന്നു അവിടെ തിരച്ചിൽ നടത്തിയത്. സമാനമായ രീതിയിൽ റിട്ടയർഡ് മേജർ ജനറൽ ഇന്ദ്രപാലിന്റെ നേതൃത്വത്തിൽ ഇവിടെയും ഇന്ന് ചൂരൽമല മേഖലയിലും തിരച്ചിൽ നടത്തുന്നുണ്ട്. മനുഷ്യന്റെ ശരീരം, മനുഷ്യാവശിഷ്ടത്തിന്റെ സാന്നിധ്യം തിരിച്ചറിയാൻ സാധിക്കുന്ന നായയുടെ സഹായവും ഇന്നലെയും ഇന്നുമെല്ലാം ഈ തെരച്ചിലിന് വേണ്ടി ഉപയോഗിച്ചിരുന്നു. അങ്ങനെ വ്യാപകമായി എത്രയും വേഗം പരമാവധി മൃതദേഹങ്ങൾ കണ്ടെത്തുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെയുള്ള
തിരച്ചിലാണ് പല ഭാഗങ്ങളിലും നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിനിടയിൽ ഇതുവരെയുള്ള നടന്ന എല്ലാ തിരച്ചിലിന്റെയും ഒരു ഔദ്യോഗിക വിലയിരുത്തലിന് വേണ്ടി മന്ത്രിസഭാ ഉപസമിതിയുടെ ഒരു ബ്രീഫിംഗ് ഇന്ന് വൈകുന്നേരം 5 മണിക്ക് കളക്ടറേറ്റിൽ ചേരുന്നുണ്ട്. ഇതുവരെയുള്ള രക്ഷാദൌത്യം ഇനി എന്തൊക്കെ കാര്യങ്ങളാണ് നടപ്പിലാക്കാനുള്ളത്, പുനരധിവാസവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ, ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്നവരുടെ ഇപ്പോഴത്തെ അവസ്ഥ, ഇവർക്ക് നൽകേണ്ട അടുത്ത ഘട്ടത്തിലെ നടപടികൾ എന്തൊക്കെയാണ് എന്നടക്കമുള്ള കാര്യങ്ങൾ ഈ മന്ത്രിസഭാ ഉപസമിതി വിശദീകരിക്കും, മാധ്യമങ്ങൾക്ക് മുമ്പ് വിശദീകരിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. മന്ത്രി മുഹമ്മദ് റിയാസ്, കെ രാജൻ, AK ശശീന്ദ്രൻ അടക്കമുള്ള 5 മന്ത്രിമാരുടെ നേതൃത്വത്തിലാണ് ഈ ഒരു മന്ത്രിസഭാ ഉപസമിതി ഈ കളക്ടറേറ്റിൽ ഇന്ന് ചേരുകയും അതിന്റെ വിശകലനം നടത്തുകയും ചെയ്യുന്നത്. ഇവിടെ വയനാട്ടിൽ ക്യാമ്പ് ചെയ്തുകൊണ്ട് ഈ പ്രവർത്തിക്കുന്നതിന് വേണ്ടി, രക്ഷാദൌത്യങ്ങൾ ഏകോപിപ്പിക്കുന്നതിന് വേണ്ടിയാണ് സംസ്ഥാന സർക്കാർ ഇത്തരത്തിലൊരു ഉപസമിതി ഇവിടെ രൂപീകരിച്ചിരിക്കുന്നത്. ഇന്ന് ഈ ഉപസമിതി ചേർന്ന് അതിനുശേഷം ഒരു വിലയിരുത്തലുകൾ നടത്തുമ്പോൾ ഏത് തരത്തിലാണ് ഇതുവരെയുള്ള രക്ഷാദൌത്യങ്ങൾ മുന്നോട്ട് പോയിരിക്കുന്നതടക്കമുള്ള കാര്യങ്ങൾ, എന്തൊക്കെ നടപടികളാണ് ഇനി സ്വീകരിക്കുക, ഏത് ദിവസം വരെ രക്ഷാദൌത്യം നീളും എന്നതടക്കമുള്ള കാര്യങ്ങളിൽ ഒരു വിലയിരുത്തൽ ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. സുരേഷ് ഗോപി അടക്കമുള്ള ആളുകളുടെ, മന്ത്രിമാരുടെ, ജനപ്രതിനിധികളുടെയൊക്കെ സന്ദർശനവും ഈ മേഖലയ്ക്ക് വലിയ ആശ്വാസം നൽകുന്നുണ്ട്. പുനരധിവാസം അടക്കമുള്ള കാര്യങ്ങളിൽ കൃത്യമായ നടപടികൾ കേന്ദ്ര സർക്കാരിന്റെ ഇടപെടലോടുകൂടി സംസ്ഥാന സർക്കാരുമായി കൂടിയാലോചനകൾ നടത്തി അത്തരം കാര്യങ്ങൾക്ക് കൃത്യമായ ഇടപെടലുകൾ അടുത്ത ദിവസങ്ങളിൽ തന്നെ, സമീപ ദിവസങ്ങളിൽ തന്നെ, അധികം വൈകാതെ തന്നെ ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷാനിർഭരമായ ചില ഉറപ്പുകൾ സുരേഷ് ഗോപിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായി. ഒപ്പം ശാസ്ത്രത്തിനെ പോലും വെല്ലുവിളിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങളാണ്, സംഭവങ്ങളാണ് ഇവിടെ നടന്നത് എന്ന ഈ ഒരു ദുരന്തത്തിന്റെ വ്യാപ്തി മനസ്സിലാക്കിക്കൊണ്ട് നേരിട്ട് കണ്ടുകൊണ്ട് സുരേഷ് ഗോപി അറിയിക്കുകയും പറയുകയും ചെയ്തിരുന്നു. നമ്മൾ നേരത്തെയും കണ്ടതാണ്, ശാസ്ത്രത്തെ പോലും വെല്ലുവിളിച്ചുകൊണ്ട് കഴിഞ്ഞ 2 ദിവസം മുമ്പാണ് ഏകദേശം 2 മണിക്കൂർ നേരം മനുഷ്യന് ഒരു ആത്മവിശ്വാസം നൽകിക്കൊണ്ട്, അല്ലെങ്കിൽ പ്രതീക്ഷ നൽകിക്കൊണ്ട്, ഒരു ജീവന്റെ തുടിപ്പ് ഭൂമിക്കടിയിൽ ഉണ്ട് എന്നുള്ളൊരു പ്രതീക്ഷ നൽകിക്കൊണ്ട് അവിടെ ഒരു തെർമോ സ്കാനറിൽ ഒരു ജീവശ്വാസത്തിന്റെ അടയാളം കാണുകയും പിന്നീട് വ്യാപകമായ തിരച്ചിൽ നടത്തുകയും പിന്നീട് ശാസ്ത്രം തന്നെ പരാജയപ്പെട്ടു പോകുന്നതിൽ അത് ജീവന്റെ അവശേഷിപ്പല്ല, തുടിപ്പല്ല എന്നുള്ളൊരു നിഗമനത്തിലേക്ക് എത്തുകയൊക്കെ ചെയ്തു. അപ്പോൾ അത്രത്തോളം ഉണ്ട് ഈ ദുരന്തത്തിന്റെ വ്യാപ്തി, അത്രത്തോളം വലുതാണ് ഈ ദുരന്തം എന്നൊക്കെ മനസ്സിലാക്കുന്ന തരത്തിൽ ജനപ്രതിനിധികളുടെ, കേന്ദ്രമന്ത്രിമാരുടെയൊക്കെ സന്ദർശനം. ജോർജ് കുര്യൻ ഈ ദുരന്തമുണ്ടായി തൊട്ടടുത്ത നിമിഷം മുതൽ തന്നെ ഇവിടെ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നുണ്ട്. കൃത്യമായ വിലയിരുത്തലുകൾ കേന്ദ്ര സർക്കാരിനെ അറിയിക്കുന്നുണ്ട്, പ്രധാനമന്ത്രിയെ അറിയിക്കുന്നുണ്ട്. എന്തൊക്കെ നടപടികളാണ് ഇവിടെ സ്വീകരിക്കാനാവുക എന്നുള്ള കാര്യത്തിൽ കൃത്യമായ റിപ്പോർട്ടുകൾ, വിലയിരുത്തലുകൾ നടത്തുന്നുണ്ട്. അങ്ങനെ 2 കേന്ദ്രമന്ത്രിമാരുടെയും കൃത്യമായ സന്ദർശനം, വിലയിരുത്തലുകളെല്ലാം കൊണ്ട് ഇനി അടുത്ത ദിവസങ്ങളിൽ പുനരധിവാസമായിരിക്കും അടുത്ത ഘട്ടത്തിൽ ഈ ഇവർക്ക് വേണ്ടിയുള്ള കൈത്താങ്ങിന് വേണ്ടിയുള്ള സംസ്ഥാന കേന്ദ്ര സർക്കാരുടെ ഇടപെടലുകളുടെ നടപ്പാക്കാനുള്ള കാര്യം. ആ കാര്യത്തിലൊക്കെ കൃത്യമായ ഇടപെടലുകൾ, നടപടികൾ ഉണ്ടാകുമെന്നും തന്നെയുള്ള പ്രതീക്ഷകൾ നൽകിക്കൊണ്ടുള്ള കാര്യങ്ങളും ഇവിടെ സംഭവിക്കുന്നുണ്ട്. എന്തായാലും ഇപ്പോൾ അടുത്ത അല്പം സമയത്തിനുള്ളിൽ തന്നെ മന്ത്രിസഭാ ഉപസമിതിയുടെ വാർത്താ സമ്മേളനം 5 മന്ത്രിമാരും ചേർന്ന് വിലയിരുത്തലുകൾ മാധ്യമങ്ങൾ തീർച്ചയായും അല്പസമയത്തിന് തന്നെ വാർത്താ സമ്മേളനത്തിനായി കാത്തിരിക്കുകയാണ്.